യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ദൈവവേല ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താ പ്രയോജനം എന്നല്ലേ നിങ്ങളുടെ ആത്മകഥം? ഞാൻ ഈ കിടന്ന് ഓടിയിട്ടും അതിനേക്കാൾ മെച്ചമായി ഇതൊന്നും ചെയ്യാത്തവനും ദൈവത്തെ അറിയാത്തവനും പിന്തുടരാത്തവനും ഒക്കെ ഭാഗ്യവാന്മാരായി സുഖമായി കഴിയുന്നു എന്നല്ലേ നിങ്ങളുടെ നിഗമനം? ഒരു ശിക്ഷാവിധിയും അവർക്ക് ഞങ്ങൾ കാണുന്നില്ല എന്നല്ലേ നിങ്ങളുടെ അന്തരംഗം? നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇതല്ലേ നിങ്ങളുടെ സംസാരം? ഒരു സ്വല്പ സമയം കൂടെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. യഹോവയുടെ യഥാർത്ഥ ഭക്തന്മാരെക്കുറിച്ചും യഥാർത്ഥമായി കപടമില്ലാതെ അവനെ സേവിച്ചവരെക്കുറിച്ചും അവരുടെ പ്രവൃത്തികളെക്കുറിച്ചുമുള്ള ഒരു സ്മരണയുടെ അഥവാ ഒരു ഓർമ്മയുടെ ഒരു പുസ്തകം അവൻ്റെ പക്കലുണ്ട്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവൻ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം വീണ്ടും കാണും. നിക്ഷേപം എന്നാൽ പിന്നീട് ചിലവഴിക്കുവാനായി സ്വരുക്കൂട്ടി വെക്കുന്നത് എന്നർത്ഥം. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുമെന്ന് യേശു കർത്താവിൻ്റെ മൊഴികൾ ഓർക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ നിക്ഷേപമായ നാം എവിടെ ഇരിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ഹൃദയവും ഉണ്ടാകും. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ക്രിസ്തീയ ജീവിതം.